അപ്പോൾ നമുക്ക് നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഈ റൈസിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കിയാലോ. ഫസ്റ്റ് തന്നെ ഒരു മിക്സിയുടെ ജാറിക്ക് കുറച്ച് പെരിഞ്ജീരകം, അതേപോലെ തന്നെ ജിഞ്ചർ ഗാർലിക്, മല്ലിയില, പിന്നെ മുഴുവൻ കുരുമുളക് ഇതൊക്കെ ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തു കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടിക്കല്ലെടുത്തിട്ട് അതിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുത്താലും മതി കേട്ടോ. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ക്രഷ് ചെയ്ത് വെച്ചതും അതേപോലെ തന്നെ ഒരു സവോളയാണ് ഞാൻ ഇപ്പോൾ ഇവിടെ എടുത്തേക്കണത്. കുറച്ച് ക്വാണ്ടിറ്റിയിൽ മാത്രമായിട്ട് ഉണ്ടാക്കണുള്ളൂ. അപ്പോൾ ഒരു സവോളയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുത്തു. അങ്ങനെ ബ്രൗൺ ഷെയ്ഡ് ആവേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഞാൻ പൊടികളായിട്ട് ആഡ് ചെയ്തേക്കണം മുളക് പൊടി, മഞ്ഞപ്പൊടിയും ഗരം മസാലയും മാത്രമായിട്ട് ആഡ് ചെയ്തിട്ടുള്ളൂ. എന്നിട്ട് പൊടികളുടെ പച്ചമണക്ക് മാറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാനിവിടെ 2 മുട്ടയും കൂടി ഒഴിച്ചു കൊടുത്തു കേട്ടോ. അങ്ങനെ മുട്ട ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുത്തു. അപ്പോൾ അധികം ഡ്രൈ ആവണായിട്ട് മുമ്പ് തന്നെ നമുക്ക് ചോറ് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പം ഞാനിന്നിവിടെ സാധാ നമ്മുടെ വീട്ടിൽ വെക്കുന്ന ഞങ്ങളിവിടെ മട്ടരി ആട്ടോ യൂസ് ചെയ്യാറ്. അപ്പോൾ ആ ചോറ് തന്നെയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് റൈസ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇപ്പോൾ ബാസ്മതി റൈസ് ആണെങ്കിലും അതേപോലെ തന്നെ ജീരകശാല ആണെങ്കിലും അതൊക്കെ ഒന്ന് വേവിച്ചിട്ട് ഇതിക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇതിപ്പോൾ നമ്മുടെ മുട്ടച്ചോറില്ലേ, മുട്ടച്ചോറിൻ്റെ ഒരു വേറൊരു വെർഷൻ തന്നെ പറയാം. അപ്പോൾ ഇത് എൻ്റെ ഒരു റെസിപ്പി ആട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു കേട്ടോ. അങ്ങനെ നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ കാരണം ഏട്ടന് ഇഷ്ടമില്ലാത്ത കൂട്ടാനായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ. അത് കാരണം കൊണ്ടാണ് കേട്ടോ. എന്താ റൈസ് സൂപ്പർ ആണല്ലോ. ഒരു മിനിറ്റ് ഇട്ട കട്ടൻ കാപ്പിയും കൂടി ഉണ്ടാക്കിന്റെ ടേസ്റ്റ് ചെയ്തോ. ടേസ്റ്റ് ഉണ്ട് മുട്ടച്ചോറിന്റെ വേറൊരു ഇത് വേഷം. നല്ല